ഹലോ again വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഒരുപാട് കമൻസിൽ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. മിഠായി തെരുവിൽ എവിടെയാണ് ഈ ഒരു ഹാമ്പേഴ്സ്, ചോക്ലേറ്റിൻ്റെ ഹാമ്പറല്ല ഈ എൻഗേജ്മെൻറ്റിനൊക്കെ ഹാമ്പേഴ്സ് സെറ്റ് ചെയ്യുന്ന ആ ഹാമ്പറിൻ്റെ ഹോൾസെയിൽ കടകൾ എവിടെയാണ് ഉള്ളത് എന്നൊക്കെ ചോദിച്ചിട്ട് ഒരുപാട് കമൻസ് വന്നിട്ടുണ്ടായിരുന്നു. ഞാൻ ഇതിൻ്റെ മുമ്പ് ഞാൻ ഈ കാക്കൻ്റെ എൻഗേജ്മെൻറ്റിന് ഞാനും താത്തയും കൂടിയൊക്കെ തന്നെ അതിന് സെറ്റാക്കിയിട്ടുണ്ടായിരുന്നു. എൻഗേജ്മെൻറ്റിൻ്റെ ആ ഒരു മിഠായി കൊടുക്കുന്ന ആ ഒരു ഹാമ്പറും കാര്യങ്ങളും ഒക്കെ തന്നെ ഞങ്ങളതിന് സെറ്റാക്കിയിട്ടുണ്ടായിരുന്നത്. അന്നപ്പം ആ ഒരു വീഡിയോ ഞാൻ എടുത്തിട്ട് അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. ആ ഒരു സമയത്ത് ഞങ്ങൾക്ക് ഒരുപാട് കമൻറ്റ്സ് വന്നിട്ടുണ്ടായിരുന്നു. ഞാനിത് ഞങ്ങളുടെ നാട്ടിൽ തന്നെ കൊടുവള്ളി എന്ന് പറഞ്ഞ സ്ഥലത്ത് നിന്ന് തന്നെ, കൊടുവള്ളിയിൽ നിന്നായിരുന്നു ആ ഹാമ്പറും കാര്യങ്ങളൊക്കെ വാങ്ങിയിട്ടുണ്ടായിരുന്നത്. അതും അത്യാവശ്യം ക്യാഷ് കൊടുത്തിട്ടായിരുന്നു മേടിച്ചിട്ടുണ്ടായിരുന്നത്. അത്യാവശ്യം മീൻസ് ഏകദേശം ഒരു റേറ്റുള്ള കാര്യത്തിലാണ് വാങ്ങിയിട്ടുണ്ടായിരുന്നത്. പക്ഷേ എങ്കിൽ ഈ ഒരു മിഠായി തെരുവിൽ ഇങ്ങനത്തെ ഒരു ഹാമ്പറും കാര്യങ്ങളൊക്കെ ഉള്ള ഹോൾസെയിൽ കടകളുണ്ട്. അപ്പോൾ ഒരു പകുതി വിലക്ക് നമ്മൾ അവിടുന്ന് വാങ്ങുന്നതിനേക്കാളും കുറച്ചൊരു റേറ്റ് കുറവായിട്ട് നമുക്ക് ഈ ഒരു ഹാമ്പറും കാര്യങ്ങളും കിട്ടണമെങ്കിൽ, ഈ ഹാമ്പറും കാര്യം കിട്ടണമെന്ന് വെച്ചാൽ ഇങ്ങനെ ഈ ഒരു സെയിൽ ചെയ്യുന്ന ആൾക്കാർക്ക് നല്ല ഹെൽപ്ഫുൾ ആയിരിക്കും കേട്ടോ. ഇതിന് ഹാമ്പറൊക്കെ സെറ്റ് ചെയ്തിട്ട് ഇങ്ങനെ സെയിൽ ചെയ്യുന്ന ആൾക്കാർക്ക് വലിയ ഹെൽപ്ഫുൾ ആയിരിക്കും ഇങ്ങനൊരു ഹാമ്പർ ഹോൾസെയിലായിട്ട് വാങ്ങുന്നത്. അപ്പോൾ കുറച്ച് റേറ്റ് കുറഞ്ഞ് കിട്ടുമ്പം അത്രയും അഫോർഡബിൾ ആയിരിക്കുമല്ലോ. അപ്പോൾ പറഞ്ഞു വരുന്നത്, ആ ഒരു വീഡിയോ ചെയ്തപ്പം ഒരുപാട് ആൾക്കാർ കമൻറ്റ് പറഞ്ഞിട്ടുണ്ടായിരുന്നത് എവിടെയാണ് ഇങ്ങനെ ഹോൾസെയിൽ കട കിട്ടുക, അവിടെ നിന്ന് എവിടെ നിന്നാണ് മേടിക്കാന്നൊക്കെ ചോദിച്ചിട്ട് അതിൻ്റെ വീഡിയോ ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെ ഒരുപാട് കമൻസ് ആയിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അവർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഇന്നത്തെ വീഡിയോ ചെയ്യുന്നത് കേട്ടോ. സംഭവം പറഞ്ഞാൽ ഞാൻ ഇതിനായിട്ടാണ് മിഠായി തെരുവിലോട്ട് പോയിട്ടുണ്ടായിരുന്നത്. ഈ ഒരു ഹാമ്പറിൻ്റെ കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട്, വീഡിയോ ചെയ്യാൻ വേണ്ടിയിട്ട് മിഠായി തെരുവിലോട്ട് പോയിട്ടുണ്ടായിരുന്നത്. പക്ഷേങ്കിൽ അവിടെ എത്തിയപ്പം സൺഡേ ഹോളിഡേ എന്ന് പറഞ്ഞ് സൺഡേ ആയതുകൊണ്ട് ഞാൻ ഞായറാഴ്ച ആയിരുന്നു അവിടെയൊക്കെ പോയിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ അവിടെ സൺഡേ ഹോളിഡേ എന്ന് പറഞ്ഞാൽ അതിൽ അവർക്കും ഒരു ഹോളിഡേ ആയിരുന്നു കേട്ടോ. സൺഡേ അവർ ആ ഒരു മാർക്കറ്റ് തുറക്കില്ലായിരുന്നു, ഹോൾസെയിൽ കടകളൊന്നും തുറക്കൂലായിരുന്നു. ഈ ഒരു ഹാമ്പേഴ്സിൻ്റെ മാത്രം കേട്ടോ. ഞാൻ ആരോട് ചോദിച്ചിട്ടും അവിടെ എവിടെ ഇല്ല എന്ന് പറഞ്ഞ്. അപ്പം എനിക്ക് ഭയങ്കര സങ്കടമായിട്ടോ. ഞാൻ അതിനായിട്ട് പോയിട്ട് എനിക്കത് കിട്ടിയില്ലല്ലോ എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ നോക്കണ്ട, ഞാൻ പിന്നീട് ഒരു ദിവസം അതിനായിട്ട് ഒന്നുകൂടും പോയി ഞാൻ കാണിച്ചു തരുന്നുണ്ട് കേട്ടോ, ആ ഒരു ഹോൾസെയിൽ കടകളും ഒക്കെ എവിടെയാണെന്നുള്ളത്. പക്ഷേങ്കിൽ എനിക്ക് ഞായറാഴ്ച എന്നെപ്പോലെ അമളി വാറ്റിയവർക്ക് ഉണ്ടെങ്കിൽ ഞാൻ അതൊന്ന് കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു വീഡിയോ ആയിട്ട് ഇപ്പോൾ വന്നത് കേട്ടോ. എന്നെപ്പോലെ ഞായറാഴ്ച പോയിട്ട് ഇങ്ങനത്തെ പ്രശ്നങ്ങൾ പറ്റിയിട്ടുണ്ടെങ്കിൽ, തിരിച്ചു പോരേണ്ടി വന്നിട്ടുണ്ടെങ്കിൽ അവർക്കായിട്ട് നമ്മൾ മിഠായി തെരുവിലേക്ക് ഇറങ്ങുന്ന ഒരു ഫസ്റ്റ് തന്നെ ഒരു ഷോപ്പ് ഉണ്ട് കേട്ടോ. നമ്മളിങ്ങനെ സ്റ്റാർട്ടിങ് തന്നെ ഒരു ഷോപ്പ് വരുന്നുണ്ട്. ഈ ഒരു ഹാമ്പറിൻ്റെ ഒക്കെ ഒരു ഷോപ്പ് തന്നെയാണ് കേട്ടോ. മിഠായിസുള്ള നല്ല ഗൾഫ് മിഠായികളൊക്കെ ഉള്ള എല്ലാം ഉള്ള ഹാമ്പറും, അതുപോലെ തന്നെ ചോക്ലേറ്റ് ഐറ്റംസ് ആണെങ്കിലും നട്ട്സ് ഐറ്റംസ് ആണെങ്കിലും ഒക്കെ തന്നെയുള്ള ഒരു ഷോപ്പ് ഉണ്ട്. ഫസ്റ്റ് തന്നെ ഈ മിഠായി തരുമ്പം ബസ്സൊക്കെ ഇറങ്ങിയിട്ട് പോകുന്ന ആ ഒരു ഭാഗത്തായിട്ടാണ് കേട്ടോ വരിക. ആ ഒരു ഭാഗത്ത് സ്റ്റാൻഡിൻ്റെ ഒരു ഭാഗത്തായിട്ട് ആണ് ഈ ഒരു മിഠായി തെരുവിൻ്റെ ആ ഭാഗത്തേക്ക് ഇറങ്ങുന്ന ആ ഒരു സമയത്തുള്ള ഫസ്റ്റ് ഇതിൽ തന്നെയാണ് ഈ ഒരു ഷോപ്പ് വരുന്നത്. അടിപൊളി ഷോപ്പ് തന്നെയാണ്, എല്ലാം ഉണ്ട്, എല്ലാം സെറ്റിങ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷേങ്കിൽ റേറ്റും കാര്യങ്ങളൊക്കെ നോക്കുമ്പം കുറച്ചുകൂടിയും ഉണ്ടാവാൻ മതി. ഞാൻ റേറ്റും കാര്യങ്ങളൊന്നും ചോദിച്ചിട്ടില്ല, ജസ്റ്റ് ഞങ്ങൾക്ക് കാണിച്ചു തരാമെന്നുള്ളതിൽ ഞാൻ ഒന്ന് വീഡിയോ എടുത്ത് വെച്ചതാണ്. എന്നെപ്പോലെ നമ്മൾ പറ്റിയിട്ട് ഞായറാഴ്ച വന്നിട്ട് തിരിച്ചു പോകണ്ട അവർക്ക് വേണ്ടിയിട്ട്. എന്നാലും നമ്മളുടെ നാട്ടിലത്തെ ആ ഒരു റേറ്റ് എന്തായാലും കോഴിക്കോട് നിന്ന് മേടിക്കുമ്പോൾ എന്തായാലും ഉണ്ടാവില്ല, അത്യാവശ്യം അഫോർഡബിൾ ആയിരിക്കും നമുക്ക് റേറ്റിൽ വരിക. ഞാൻ എല്ലാത്തിനും റേറ്റൊന്നും കാര്യങ്ങളൊന്നും ചോദിച്ചിട്ടില്ല, എന്നാലും അത്യാവശ്യം കുഴപ്പമില്ലാത്ത റേറ്റുകളാണെന്ന് തോന്നുന്നുണ്ട്. അപ്പം അങ്ങനത്തെ ഉണ്ടെങ്കിൽ ഈ ഒരു സ്ഥലം ഒന്ന് വിസിറ്റ് ചെയ്ത് നോക്കാം. ഇവിടെ നല്ല സാധനങ്ങളുണ്ട് കേട്ടോ, നല്ല ക്വാളിറ്റിയുള്ള നല്ല സാധനങ്ങളുണ്ട്. അപ്പം ചോക്ലേറ്റ് വേണമെങ്കിൽ അതും ഉണ്ട് കേട്ടോ. അപ്പം എന്നെപ്പോലെ അമ്മടി പറ്റിയവർക്ക് ഇതൊന്ന് ഹെൽപ്ഫുൾ ആയിരിക്കും എന്ന് വിചാരിക്കുന്നു. പിന്നെ കൊടുവള്ളിയും എവിടെയാണ് ഉള്ളതെന്ന് ഒരുപാട് ആൾക്കാർ ചോദിക്കുന്നുണ്ട്. കൊടുവള്ളി എവിടെയാണ് അങ്ങനത്തെ ഒരു ഷോപ്പ് കിട്ടുക, അവിടെ നിന്ന് മേടിക്കാൻ പറ്റുന്ന എവിടെ ഷോപ്പ് നോക്കാം. അപ്പം കോഴിക്കോട് റോഡുമേലാണ് ഈ ഒരു ഷോപ്പ് വരുന്നത്. അടിപൊളി ഷോപ്പ് തന്നെയാണ് കേട്ടോ. ഞാൻ പോയി വാങ്ങിയിട്ടുണ്ടായിരുന്ന ഷോപ്പിനെ പറ്റിയാണ് ഞാൻ പറയുന്നത്. അതും വേണമെങ്കിൽ ഇൻഷാ അല്ലാഹ് ഞാൻ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നതാണ്, അതിൽ കൊടുക്കുന്നുണ്ട്. അപ്പോൾ ചെക്ക് ചെയ്യാൻ മറക്കരുത് കേട്ടോ. അപ്പം ഇത്രയൊക്കെ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ വീഡിയോ. മറ്റേ കോഴിക്കോട് മിഠായി തെരുവിൽ പോയിട്ടും ഇൻഷാ അല്ലാഹ് പിന്നീട് ഞാനൊരു വീഡിയോ കൂടി എടുത്തിട്ട് ഞാൻ വിടുന്നതായിരിക്കും, സൺഡേ പോവാതെ മറ്റേതിൽ ഒരു ദിവസം പോയിട്ട് വീഡിയോ എടുക്കുന്നതാണ് കേട്ടോ. അതുവരേക്കും അസ്സലാമു അലൈക്കും. താങ്ക് യു ഫോർ വാച്ചിങ്. താങ്ക് യു ഓൾ.